ന്യൂസിലൻഡിൽ ഓസ്കെ മാർക്സ് പറയാനുള്ള 5 റീസൺസ് പറയട്ടെ. ഒന്ന്, ഫോമാറ്റ്. അതായത് ന്യൂസിലൻഡിൽ ഓസ്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള സിനാറിയോ അല്ല ഇപ്പോൾ. അത് അറിയാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ സിനാറിയോ മാർക്ക് കുറഞ്ഞേക്കാം. നെക്സ്റ്റ് ഇസ് ഹാൻഡ് ഹൈജീൻ. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഈ സ്റ്റെപ്പ് വിട്ടുപോയാൽ ഫെയിൽ ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നെക്സ്റ്റ് ഇസ് ഫാസ്റ്റ് ഓർ സ്ലോ ടോക്കിംഗ്. ഫാസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. സ്ലോ ആണെങ്കിൽ ദേ കാൺ ഹിയർ. സ്കിപ്പിംഗ് ബേസിക് സ്റ്റെപ്സ് ലൈക്ക് സിമ്പിൾ ആയിട്ടുള്ള നോക്കിംഗ് അറ്റ് ദ ഡോർ, ഗ്രീറ്റിംഗ്, പേഷ്യൻറ്റ് കൺസെൻറ്റ്, ഇതൊക്കെ വിട്ടുപോയാലും മാർക്ക് കുറയും. നോട്ട് പ്രാക്ടീസിങ് അണ്ടർ പ്രഷർ. ആക്ച്വൽ എക്സാം വരുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ തോന്നും. അങ്ങനെ ടെൻഷൻ അടിച്ച് എക്സാം കുറവാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ ദീസ് ആർ ജസ്റ്റ് എ ഫ്യൂ പോയിന്റ്സ്. ഇനി ട്യൂട്ടറിന്റെ ബ്ലോഗിൽ നോക്കുകയാണെങ്കിലോ 10 പോയിന്റ്സ് ഉണ്ടാവും വിത്ത് സൊല്യൂഷൻസ് ഓൺ ഹൗ ടു ടാക്കിൾ ദം. ട്യൂട്ടറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓസ്കെ നമുക്ക് വിജയകരമായി പാസ്സാവാം. കോൺടാക്ട് ട്യൂട്ടർ ടുഡേ.